ഹലോ, എല്ലാവർക്കും നമസ്കാരം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരത്തിന്റെ ഒരു ബാലൻസ് തെറ്റുമ്പോഴാണ് പലപ്പോഴും അസുഖങ്ങൾ വരുന്നതെന്ന്? അത് വീണ്ടെടുക്കാൻ പറ്റിയാലോ, അതും തികച്ചും നാച്ചുറലായിട്ട്? ഇന്ന് നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. മെഡിഫോർട്ട് ഹോമിയോപ്പതി. അവരുടെ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അടുത്തറിയാം. ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുക സ്വാഭാവികമായി. സത്യം പറഞ്ഞാല് നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നതും ഈ ബാലൻസ് തന്നെയാണ്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് മെഡിഫോർട്ട് ഈ വാഗ്ദാനം പ്രാവർത്തികമാക്കുന്നത്? നമുക്ക് നോക്കാം. ഏതൊരു ചികിത്സയുടെയും ലക്ഷ്യം രോഗം മാറ്റുക എന്നുള്ളതാണല്ലോ. പക്ഷേ മെഡിഫോർട്ടിന്റെ കാഴ്ചപ്പാടില് ഒരു വ്യത്യാസമുണ്ട്. അവര് പറയുന്നത് അസുഖത്തിന്റെ ലക്ഷണങ്ങളെ മാത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ല, അതിന്റെ മൂലകാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെയാണ് മാറ്റേണ്ടത് എന്നാണ്. അതായത് ഒരു താൽക്കാലിക ആശ്വാസമല്ല, മറിച്ച് ഒരു ശാശ്വത പരിഹാരമാണ് ലക്ഷ്യം. ഇതാണ് അവരുടെ ചികിത്സയുടെ അടിത്തറ. അപ്പോ എന്താണ് മെഡിഫോർട്ടിന്റെ തത്വം? എന്തുകൊണ്ടാണ് അവരുടെ ഈ യാത്ര മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? അതൊരു വെറും ക്ലിനിക്ക് മാത്രമല്ല, അതിനപ്പുറം ചില അടിസ്ഥാന വിശ്വാസങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? അവരുടെ ചികിത്സാരീതിക്ക് പ്രധാനമായും 4 തൂണുകളാണുള്ളത്. ഒന്നാമതായി, ഓരോ വ്യക്തിക്കും വേണ്ട പ്രത്യേക പരിചരണം. പിന്നെ യാതൊരു സൈഡ് എഫക്റ്റുമില്ലാത്ത സുരക്ഷിതമായ മരുന്നുകൾ. മൂന്നാമത്തേത്, ശരീരത്തെ മാത്രം നോക്കാതെ മനസ്സിനെയും ഒരുപോലെ കാണുന്ന ഒരു ഹോളിസ്റ്റിക് അഥവാ സമഗ്രമായ സമീപനം. പിന്നെ ഏറ്റവും പ്രധാനമായി, ഇതെല്ലാം ചെയ്യുന്നത് അനുഭവ പരിചയമുള്ള ഡോക്ടർമാരാണ്. ഈ സമഗ്രമായ സമീപനം അഥവാ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? അവര് പറയുന്നത് നമ്മുടെ ശരീരം മാത്രമല്ല പ്രധാനം, നമ്മുടെ മനസ്സും നമ്മുടെ ഉള്ളിലെ ഊർജവും എല്ലാം ഒരുപോലെ പ്രധാനമാണ്. കാരണം ഇവ മൂന്നും ചേരുമ്പോഴേ യഥാർത്ഥ ആരോഗ്യമുണ്ടാവുകയുള്ളൂ. അല്ലാതെ തലവേദനയ്ക്ക് മാത്രം മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ആ തലവേദന വന്നു എന്നുകൂടി അറിയണം. ഈ ചികിത്സയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് എല്ലാവർക്കും സുരക്ഷിതമാണ് എന്നുള്ളതാണ്. കുട്ടികൾ, പ്രായമായവർ, എന്തിന് ഗർഭിണികൾക്ക് പോലും ധൈര്യമായി ഉപയോഗിക്കാം. കാരണം ഇവിടെ മരുന്നുകൾ ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിനെ സഹായിക്കുകയാണ്, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ. ശരി, ഇത്രയൊക്കെ തത്വങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതെങ്ങനെയാണ് അവർ പ്രായോഗികമാക്കുന്നത്? ഒരു രോഗിയുടെ ആരോഗ്യയാത്രയില് സഹായിക്കാൻ അവരുടെ കയ്യിലുള്ള ടൂൾസ് എന്തൊക്കെയാണ്? നമുക്കവരുടെ പ്രധാന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവരുടെ ചികിത്സയുടെ ഏറ്റവും പ്രധാന ഭാഗം ഹോമിയോപ്പതി തന്നെയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടാനുള്ള ഒരു അപാരമായ കഴിവുണ്ട്, അല്ലേ? ആ കഴിവിനെ ഒന്ന് ഉണർത്തുക, അതിനെ സഹായിക്കുക, അതാണ് ഹോമിയോപ്പതിയിലെ പ്രകൃതിദത്തമായ മരുന്നുകൾ ചെയ്യുന്നത്. ഇപ്പോ ഉദാഹരണത്തിന്, നമ്മളെ ഒരുപാട് അലട്ടുന്ന പ്രശ്നങ്ങളാണ് അലർജികൾ, ദഹന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഹോർമോൺ പ്രശ്നങ്ങൾ. സാധാരണ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ലക്ഷണങ്ങൾക്ക് മരുന്ന് കഴിക്കുകയാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നതെന്ന് കണ്ടെത്തി ശരീരത്തിന്റെ പ്രതിരോധശേഷി കൂട്ടി അതിനെ സ്ഥിരമായി മാറ്റാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ മരുന്ന് മാത്രം കഴിച്ചാൽ എല്ലാമായോ? ഒരിക്കലുമില്ല. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അടുത്തതായി ഹോളിസ്റ്റിക് വെൽനെസ് പ്രോഗ്രാമുകൾ കൂടി ഇതിന്റെ ഭാഗമാക്കുന്നത്. ഇവിടെയാണ് പോഷകാഹാരം, സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം, നമ്മുടെ ജീവിതശൈലി എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, ശരിയായ ഭക്ഷണവും ടെൻഷനില്ലാത്തൊരു മനസ്സുമില്ലാതെ ഒരു ചികിത്സയും പൂർണ്ണമാകില്ല. വളരെ ശരിയായൊരു കാര്യമാണത്. ഇനി ചില അസുഖങ്ങളുണ്ട്, എത്ര ചികിത്സിച്ചിട്ടും മാറാതെ നമ്മളെ വർഷങ്ങളായി ബുദ്ധിമുട്ടിക്കുന്നത്. അത്തരം വിട്ടുമാറാത്ത പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് അവർ പ്രത്യേക ചികിത്സകൾ. വിട്ടുമാറാത്ത വേദന, എത്ര ശ്രമിച്ചിട്ടും മാറാത്ത ചർമ്മരോഗങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകളെ അലട്ടുന്ന PCOS പോലുള്ള ആരോഗ്യപ്രശ്നങ്ങൾ. ഇങ്ങനെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കി അവർക്ക് വേണ്ട പ്രത്യേക പരിഹാരങ്ങൾ നൽകുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരു സംശയം വരാം, ആരാണ് ഈ യാത്രയിൽ നമ്മളെ നയിക്കുന്നത്? കാരണം എല്ലാത്തിനും പിന്നിലൊരു വിദഗ്ധന്റെ മേൽനോട്ടം വേണമല്ലോ, അല്ലേ? ശരിയാണ്, നമുക്ക് ഈ ക്ലിനിക്കിന് നേതൃത്വം നൽകുന്ന ആളെയൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഡോക്ടർ അഖിൽ വർഗീസ്. ഹോമിയോപ്പതിയിൽ മാത്രമല്ല, പോഷകാഹാരശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം. 5 വർഷത്തിൽ കൂടുതലായി ഹോളിസ്റ്റിക് ഹീലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ ഒരു അനുഭവസമ്പത്ത് രോഗികൾക്ക് കിട്ടുന്നൊരു ധൈര്യം ചെറുതൊന്നുമല്ല. ഇതാണ് ഡോക്ടർ വർഗീസിന്റെ ചികിത്സാരീതിയുടെ കാതൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
തലവേദന വരുമ്പോൾ വേദനസംഹാരി കഴിക്കുന്നതിനപ്പുറം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തലവേദന വരുന്നത് എന്ന് കണ്ടെത്തുന്നു. ഈ ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ അസുഖങ്ങളെ വേരോടെ പിഴുതെറിയാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം മരുന്ന് നൽകുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ശരിയായ ഭക്ഷണക്രമം, നല്ല ജീവിതശൈലി, മാനസികാരോഗ്യത്തിനുള്ള പിന്തുണ, എന്തിന് പ്രായമായവരുടെ പരിചരണം വരെ അദ്ദേഹത്തിന്റെ സേവനങ്ങളിൽപ്പെടുന്നു. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു രോഗിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഒരിടത്തു നിന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നിങ്ങളുടെ ആരോഗ്യത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെ വെക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? അതിനുവേണ്ട വിവരങ്ങളാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ആരോഗ്യത്തിലേക്കുള്ള നിങ്ങളുടെ സ്വന്തം യാത്ര തുടങ്ങാൻ റെഡിയാണോ? ക്ലിനിക്ക് ആഴ്ചയിൽ 6 ദിവസവും, അതായത് തിങ്കൾ മുതൽ ശനി വരെ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൗകര്യപ്രദമായ 2 സമയങ്ങളുണ്ട്. രാവിലെ 9 മണി മുതൽ 1 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെയും. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനോ താൽപ്പര്യമുണ്ടെങ്കിൽ ഫോർട്ട് കൊച്ചിയിലുള്ള അവരുടെ ക്ലിനിക്കിൽ നേരിട്ട് പോകാം. വിലാസം സ്ക്രീനിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ ഇമെയിൽ അയക്കുകയോ ചെയ്യാം. അപ്പോ നമ്മുടെ ഈ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം മാത്രം. നമ്മൾ ഇത്രയും നേരം സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നമസ്കാരം.